അവരാണ് പറഞ്ഞതെങ്കിൽ വളരെ നിരുത്തരവാദപരമായ ഒരു സംസാരമാണ് സംസാരിച്ചിരിക്കുന്നത്. കാരണം സയൻസിന്റെ ഡെവലപ്മെന്റിനനുസരിച്ചിട്ട് ഓരോ സയൻസിന് ആവശ്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്യാം. ആ രീതിയിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മോഡേൺ മെഡിസിൻ യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കുറച്ചധികം കാലങ്ങൾക്ക് മുമ്പ് ആയുർവേദ ഡോക്ടർമാർക്ക് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നതിനും കോട്ടിടുന്നതിനും BPFA ടെസ്റ്റ് ഉപയോഗിക്കുന്നതിനൊക്കെ അതിനും ഇതുപോലെ ചില തിട്ടൂരങ്ങൾ ഇറക്കിയിരുന്നു. ഇത് ബേസിക്കലി എനിക്ക് കേൾക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ചില തീവ്ര മതവാദികളൊക്കെ എന്താ പറയുന്നത് ആ സംസാരിക്കുന്ന പോലെയാണ്, നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഉപയോഗിക്കരുത്. അതേപോലത്തെ ഒരു രീതിയിലേക്ക് ഇത്രയും സയൻസ് പഠിക്കുന്ന നമ്മളെക്കാൾ കൂടുതൽ സയൻസിന്റെ എന്താ പറയുന്ന കൺട്രോളേഴ്സ് ആണ് എന്ന് അവകാശപ്പെടുന്ന ഇവർ ഈ രീതിയിൽ സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. NCFന്റെ ഉണ്ട്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ നമുക്ക് ഇങ്ങനെ ബ്യൂട്ടി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ട്. അതായത് ഒരു കോസ്മെറ്റോളജി ഇസ്തെറ്റിക് ക്ലിനിക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അത് ഈ അലോപ്പതി ഡോക്ടേഴ്സ് തന്നെ കുറെ ബ്യൂട്ടി ക്ലിനിക്കിൽ പോയിട്ട് അവർ ഈ ഓട്ടറൈസേഷൻ അവിടെ ബ്യൂട്ടീഷ്യനെ കൊണ്ട് ചെയ്യിക്കാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. അപ്പോഴും ഒരു ആയുർവേദ ഡോക്ടർ ഇത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു BDS കഴിഞ്ഞ ഡോക്ടർ ചെയ്യുമ്പോഴാണ് ഇത് ഇഷ്യൂ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ അസോസിയേഷൻ ഇപ്പോൾ ആയുർവേദ മേഖലയിൽ ശക്തമായ അസോസിയേഷൻ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞു. അവർ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പരസ്യമായി ഇത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത്. കാരണം അതൊരു സ്റ്റാൻഡാണ്. അങ്ങനത്തെ സ്റ്റാൻഡിലൂടെ തന്നെയാണ് ഇതിനെ പിടിച്ചു കെട്ടാൻ പറ്റുള്ളൂ. ചർമ്മരോഗ ചികിത്സാ രംഗത്ത് വ്യാജന്മാർ വിലസുന്നു. ഇന്നലെ ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു പത്ര റിപ്പോർട്ടാണ്, ഈ 2-3 ദിവസത്തിനുള്ളിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കൊടുക്കുന്ന ഒരു പോയിന്റ് എന്താ, ഹൈലൈറ്റ് ചെയ്യാനുള്ള പോയിന്റ് എന്താ വെച്ചാൽ ആയുർവേദ പ്രാക്ടീഷണേഴ്സ്, ആയുഷ് പ്രാക്ടീഷണേഴ്സ്, അതിലെ ഡോക്ടേഴ്സ്, പ്രത്യേകിച്ച് ആയുർവേദം, ഹോമിയോപ്പതി, ആ ഡോക്ടർമാർക്ക് ചർമ്മരോഗ ചികിത്സയോ സൗന്ദര്യവർദ്ധക ചികിത്സയോ നൽകുവാൻ അധികാരമില്ല. എന്താണ് ഇതിന്റെ ഉള്ളിലുള്ള ആ കാര്യം എന്താണ്, നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആയുർവേദ ഡോക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താണ് ഇതിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നം എന്താണ് ഈ കാര്യത്തിൽ? ആയുർവേദ ഡോക്ടേഴ്സ് എന്നുള്ള നിലയ്ക്കല്ല, പൊതുസമൂഹം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ട്രീം ഓഫ് മെഡിസിൻസ് ഉണ്ട്. അത് ഗവൺമെന്റ് അംഗീകരിച്ചതും അംഗീകരിക്കാത്തതുമായിട്ടുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ തർക്കം ഉന്നയിച്ചിരിക്കുന്നത് ഗവൺമെന്റിന്റെ കീഴിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ഡോക്ടർമാരാണ്. അലോപ്പതി ഡോക്ടർമാർ, ഡെർമറ്റോളജിസ്റ്റുകളുടെ അസോസിയേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അവരാണ് പറഞ്ഞതെങ്കിൽ വളരെ നിരുത്തരവാദപരമായ ഒരു സംസാരമാണ് സംസാരിച്ചിരിക്കുന്നത്. കാരണം നാട്ടിലെ നിയമവ്യവസ്ഥയെയും അത് വിവിധ സയൻസിന്റെ മെഡിക്കൽ സയൻസിന്റെ ബ്രാഞ്ചസിനെയും അതിൽ ഓരോ തരം സയൻസിനെയും പറ്റി മനസ്സിലാക്കാതെ, അവർക്കുള്ള അവകാശങ്ങളെയും അധികാരങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാതെ വളരെ ചൈൽഡിഷ് ആയിട്ട് എൻ്റെ കുട്ടി മാത്രമാണ് ശരിയെന്ന് നമുക്ക് അമ്മമാർ വാശി പിടിക്കുന്ന പോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അതിനകത്ത് വലിയ സംഗതിയൊന്നുണ്ടെന്ന് തോന്നില്ല. ആ രീതിയിൽ അതിനെ തള്ളിക്കളിയാണ് പൊതുസമൂഹം വേണ്ടതെന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതിന് ഈ പറഞ്ഞ സയൻസിന്റെ ഡെവലപ്മെന്റിനനുസരിച്ചിട്ട് ഓരോ സയൻസിന് ആവശ്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്യാം. ആ രീതിയിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മോഡേൺ മെഡിസിൻ യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചു, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മോഡേൺ മെഡിസിൻ കണ്ടുപിടിച്ചൊരു വസ്തു അല്ലല്ലോ, ടോട്ടലായിട്ട് സയൻസിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിലും ബാക്കിയുള്ള അതിന്റെ സയൻസിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്ത് എന്തായാലും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ നമ്മുടെ പേഷ്യന്റിന് വളരെ എസെൻഷ്യൽ ആയിട്ട് വേറൊരു സയൻസിന്റെ ഭാഗമായ അല്ലെങ്കിൽ വേറൊരു മെഡിക്കൽ ഫീൽഡിന്റെ ബ്രാഞ്ചിന്റെ ഭാഗമായ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം എന്ന് നമ്മുടെ ലോസ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല ബേസിക്കലി. പിന്നെ നമ്മുടെ സയൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലൊരു ഫീൽഡ് തന്നെയുണ്ട്. കോസ്മെറ്റിക് മെഡിസിൻസിനെ പറ്റിയിട്ടും അതേപോലെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനെ പറ്റിയിട്ടും സ്കിൻ കെയറിനെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന നല്ലൊരു ബ്രാഞ്ച് ഉണ്ട്. നമുക്കത് PG ഉണ്ട്. പക്ഷെ അത് അറിയാത്ത കുറെ ആൾക്കാരാണ് ഇപ്പൊ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുള്ളത്. പലരും ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ഇതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിട്ട് അവരോട് സംസാരിച്ചപ്പോ
ഈ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ ആ പുള്ളിക്കാർക്ക് ഇത് പറ്റി അറിയില്ല, ഇതിൽ ഒരു PG ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയുന്നില്ല എന്നുള്ള പോലെയാണ് ഒരു വോയിസ് നോട്ട്. അത് നമുക്ക് കേൾക്കാം, കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കേൾക്കാം. പക്ഷെ അതിൻ്റെ അകത്ത് പറയുന്ന ആയുഷിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു PG ഉണ്ട്, ആയുർവേദത്തിൽ ഒരു PG ഉണ്ട്. ആ PGയുടെ അകത്ത് ഇങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നമുക്ക് ഡിസീസ് കണ്ടീഷൻസ് ചികിത്സിക്കാൻ പാടും അങ്ങനത്തെ ഉള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിൽ നമുക്ക് അസുഖങ്ങൾ നോക്കാനോ അതിനൊന്നുള്ള അധികാരം ഇല്ല, അങ്ങനത്തെ ഉള്ള രീതിയാണ് പറയുന്നത്. ഇത് കുറച്ചധികം കാലങ്ങൾക്ക് മുമ്പ് ആയുർവേദ ഡോക്ടർമാർക്ക് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നതിനും കോട്ടിടുന്നതിനും BP അപ്പാരറ്റസ് ഉപയോഗിക്കുന്നതിനും ഒക്കെ അതിനും ഇവർ ഇതുപോലെ ചില തിട്ടൂരങ്ങൾ ഇറക്കിയിരുന്നു. ഈ BP അപ്പാരറ്റസ് എന്ന് പറഞ്ഞ ഒരു ഉപകരണം, സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ഉപകരണം, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ എന്തിന് നമ്മൾ കാലിലിടുന്ന ചെരുപ്പോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കാറോ, ഇതിലൊക്കെ എന്താ ആയുർവേദം, എന്താ അലോപ്പതി ഉള്ളത്? ഇതൊക്കെ ആരുടെയും കുത്തകയല്ല. ഇതൊക്കെ നാടിന്റെ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ പുരോഗതിയാണ്. അത് ആ കാലത്ത് ജീവിക്കുന്ന വിവിധ തരം ആളുകൾ, പ്രൊഫഷണൽസ് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിലപ്പുറമൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു ചാനലിൽ എന്താ പറയുക, ആയുർ ഹെൽത്ത് ടോക്സ് എന്ന രീതിയിൽ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു. നമ്മളൊക്കെ ആയുർവേദ കമ്മ്യൂണിറ്റിയാണ്. എന്നിട്ട് നാളെ മറ്റന്നാ വേറൊരാൾ പറയുകയാണ്, നിങ്ങളെ പഴയ ടെക്സ്റ്റ് ബുക്കിലൊന്നും പോഡ്കാസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഇത് ഞങ്ങളുടെ കുത്തക എന്ന് പറയാൻ പറ്റും. ആ തരത്തിലുള്ള ഒരു വളരെ എന്താ പറയുക നിസ്സാരമായ തമാശയായി തള്ളിക്കളയുന്ന കാര്യമാണിത്. ഇത് ബേസിക്കലി എനിക്ക് കേൾക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ചില തീവ്ര മതവാദികളൊക്കെ എന്താ പറയുന്നത് ആ സംസാരിക്കുന്ന പോലെയാണ്, നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഉപയോഗിക്കരുത്. അതേപോലത്തെ ഒരു രീതിയിലേക്ക് ഇത്രയും സയൻസ് പഠിക്കുന്ന നമ്മളെക്കാൾ കൂടുതൽ സയൻസിന്റെ എന്താ പറയുന്ന കൺട്രോളേഴ്സ് ആണ് എന്ന് അവകാശപ്പെടുന്ന ഇവർ ഈ രീതിയിൽ സംസാരിക്കുന്ന വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, വളരെ ചൈൽഡിഷ് ആണ്. ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇത് ശാസ്ത്രവിരുദ്ധമാണ്. ബേസിക്കലി അതാണ് അവർ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളെ ഇതിലുള്ള എവിടെയൊക്കെയാണ് നമുക്ക് ഇത് റൂൾ അനുകൂലമായിട്ടുള്ളത്, അതായത് നമുക്ക് സയൻസിന്റെ ഡെവലപ്മെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് ഏതൊക്കെ സ്ഥലത്താണ് പറയുന്നത്. NCFSന്റെ ഉണ്ട്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ നമുക്ക് ഇങ്ങനെ ബ്യൂട്ടി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ട്. അതായത് ഒരു കോസ്മെറ്റോളജി ഇസ്തെറ്റിക് ക്ലിനിക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും പറ്റി കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയില്ലാത്ത ഒരു സമയത്ത് ഇവര് വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു പത്ര പ്രസ്താവന ഇറക്കുമ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോമൺ ഉള്ള ആൾക്കാർക്ക് ഡൗട്ട് ആവും, ഇനി ആയുർവേദ ഡോക്ടറെ അടുത്ത് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്നുള്ളത്. അതെ അതെ, അതെന്താ വെച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ വിഷയം വേറെയാണ്, ശാസ്ത്രമൊന്നുമല്ല അവരുടെ വിഷയം. ഇതിന്റെ ഇവര് ഇപ്പോ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉണ്ട്. മെഡിസിൻസ് വന്നു, അത് വിവിധ വിഭാഗത്തിലെ ഡോക്ടർമാർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കോസ്മെസ്യൂട്ടിക്കൽസ് എന്നുള്ള രീതിയിൽ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. അത് അവരുടെ മാത്രം മെഡിസിൻസ് ആണോ? അതിനകത്ത് മോഡേൺ ക്ലാസിക്കൽ കണ്ടൻസ് മാത്രമല്ല ഉള്ളത്, ഹെർബൽ കണ്ടൻസ് ഉള്ള ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയല്ലല്ലോ ചിന്തിക്കേണ്ടത്. ഒരു സൊസൈറ്റിയുടെ ഹെൽത്തിന് എന്താണ് ഗുണകരമാവുന്നത് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാണേണ്ടത്. അല്ലാതെ ഇങ്ങനെ അവൻ തൊട്ടു ഇവൻ പിച്ചെന്നൊന്നും പറയുന്നതിൽ കാര്യമൊന്നുമില്ല. നമ്മുടെ അസോസിയേഷൻ, ഇപ്പോൾ ആയുർവേദ മേഖലയിൽ ശക്തമായ അസോസിയേഷൻ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞു. അവർ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പരസ്യമായി ഇത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത്. കാരണം അതൊരു സ്റ്റാൻഡാണ്. അങ്ങനത്തെ സ്റ്റാൻഡിലൂടെ തന്നെയാണ് ഇതിനെ പിടിച്ചു കെട്ടാൻ പറ്റുള്ളൂ. അവകാശങ്ങളും അതുപോലെ സമൂഹത്തിന് കൊടുക്കേണ്ട കാര്യങ്ങളും അത് നമുക്ക് കൊടുക്കാൻ പറ്റണം. എന്നാൽ വ്യാജ വൈദ്യന്മാർ ഇഷ്ടം പോലെ നാട്ടിൽ നിന്ന് മുഴുവൻ നടക്കുന്നുണ്ട്. അതിനെതിരെ ഒന്നും ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ലല്ലോ. ഫേമസ് ആയിട്ടുള്ള ബ്യൂട്ടി പാർലേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ എത്ര ഫീലിംഗ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കോട്ടറൈസേഷൻ ഒന്നും ഡോക്ടേഴ്സ് അല്ലാണ്ട് ഒരാളും ചെയ്യാൻ പാടില്ല. അത് ഇല്ലീഗലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ അലോപ്പതി ഡോക്ടേഴ്സ് തന്നെ കുറെ ബ്യൂട്ടി ക്ലിനിക്കിൽ പോയിട്ട് അവർ ഈ കോട്ടറൈസേഷൻ അവിടെ ബ്യൂട്ടീഷ്യനെ കൊണ്ട് ചെയ്യിക്കാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. അപ്പോഴും ഒരു ആയുർവേദ ഡോക്ടർ ഇത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു BDS കഴിഞ്ഞ ഡോക്ടർ ചെയ്യുമ്പോഴാണ് ഇത് ഇഷ്യൂ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ബ്യൂട്ടീഷ്യൻസിന് അത് ചെയ്യാമെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് ഈ ലൈസൻസ് കിട്ടിയിട്ടുള്ളതെന്ന് അതിനെ പറ്റി ഒന്ന് അന്വേഷിക്കാണ്ട് ഈ ആയുർവേദ ഡോക്ടേഴ്സ് ചെയ്യുന്നത് ശരിയല്ല, അത് BDSകാർ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഹോമിയോപ്പതിക്കാർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ഇവർക്ക് അതിനെ പറ്റിയതായ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്തുകൂടെ? അതിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അവർ എടുത്തിട്ടാണല്ലോ ഇതിനെ പറ്റി ചെയ്യുന്നുണ്ടാവുക. തീർച്ചയായിട്ടും ചെയ്യാം. അതാണ് നമ്മൾ ആയുർവേദ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ശരിയാണോ ശരിയല്ലേ എന്ന് അന്വേഷിക്കാൻ അതിനൊക്കെ കൃത്യമായ കൗൺസിലുകൾ ഇപ്പൊ കേരളത്തിൽ മെഡിക്കൽ കൗൺസിലുകളുണ്ട്. ആയുർവേദത്തിന് കേരള മെഡിക്കൽ കൗൺസിൽ ആയുർവേദക്കാർ ഉൾപ്പെടുന്നതാണ്. അതിനൊക്കെ റെഗുലേഷൻസും കാര്യങ്ങളും ഉണ്ട്. ഓൾ ഇന്ത്യയിലെ ലെവലിലാണെങ്കിലും മെഡിക്കൽ കൗൺസിൽസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ അവരല്ലേ നോക്കുക. ഞാൻ എന്താണ് ചെയ്യുന്നത് നോക്കാൻ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്. അവരാണ് നോക്കേണ്ടത്. പരാതി ഉണ്ടെങ്കിൽ അവർ അവിടെ കൊടുക്കുക ചെയ്യുക. അല്ലാതെ ഏതെങ്കിലും ചാനലുകാരെ വിളിച്ചിട്ട്, ചാനലുകാർ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും വിളിച്ചാൽ വരും. ചെറിയ എന്തെങ്കിലും ഇത് കൊടുത്താൽ മതി.
അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അവർക്ക് ഇത് പബ്ലിസിറ്റിയിലേക്ക് പബ്ലിക്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവര് പബ്ലിക് ആൾക്കാരെ ഇതിൽ പോയി ചോദിക്കും. അതായത് ആൾക്കാരോട് അവർക്ക് ആ വിശ്വാസഹീനത പറയും. എന്താ ഇതിനുള്ളിലുള്ള കോൺസെപ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി, ഞാൻ കോസ്മെറ്റോളജി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലെ ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്ട്സും അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് കുറച്ചുകൂടി നമ്മളെ വിശ്വാസം ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ കൂടുതൽ പേഷ്യൻസ് നമ്മുടെ ഇതിലേക്ക് വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഇപ്പോൾ ഇത് ഇറക്കിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അവരെ ഒരു ഭയത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ല ഇത്. കാരണം വെച്ചാൽ കൂടുതൽ തീർച്ചയായിട്ടും തന്നെ. അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, പൊതുവെ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട് ഈ സ്കിൻ പ്രൊസീജിയേഴ്സ് ഒക്കെ മോഡേണിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറെ അതിനൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട്, അങ്ങനെ പലരും പറയാറുണ്ട്, പലർക്കും പേടിയുണ്ട്. എന്നാൽ ആയുർവേദിക്കലി ഇത് ചെയ്യുമ്പോൾ അത് ഹെർബൽ മെഡിസിൻസ് ആണ്, അല്ലെങ്കിൽ ഹെർബൽ അല്ലെങ്കിൽ ആയുർവേദ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആകുമ്പോൾ അതിന് ആഫ്റ്റർ എഫക്ട്സും സൈഡ് എഫക്ട്സും കുറവാണ്, അല്ലെങ്കിൽ ഇല്ല. ആ വിശ്വാസം നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ അത് കൊണ്ട് ഈ ആളുകൾ ആയുർവേദത്തിലേക്ക് തള്ളി കയറുമെന്നുള്ള ഭയം മാത്രമാണ് ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിന്റെ പുറകിലുള്ളത്, വേറെ ഒന്നുമല്ല. അത് പൊതുസമൂഹം മനസ്സിലാക്കും. ജനങ്ങള് എന്താ പറയുക, നമ്മൾ 3 പേര് സംസാരിക്കുന്നത് മാത്രമല്ല കേൾക്കുക, അവര് സംസാരിക്കുന്നത് കേൾക്കും, ഹോമിയോക്കാർ സംസാരിക്കുന്നത് കേൾക്കും, ഡെന്റിസ്റ്റുകൾ സംസാരിക്കും, എല്ലാവരും സംസാരിക്കുന്നത് പൊതുസമൂഹം കേൾക്കും. അത് തിരിച്ചറിയാനുള്ളൊരു വിവരം നാട്ടുകാർക്കുണ്ട്. അതെ അതെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസും, അതായത് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതി ആസ്പെക്ട് ചെയ്തിട്ട് ഒരു പേഷ്യന്റിന് വേണ്ട അനുയോജ്യമായ ട്രീറ്റ്മെന്റ് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് തുടരും. അതിന് വ്യത്യാസമൊന്നും വരുത്തേണ്ട കാര്യമില്ല. അതിപ്പോൾ ആരെ എന്തൊക്കെ വന്ന് അവിടെ പ്രസംഗം നടത്തിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ ഒന്നും ബാധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൗൺസിൽ നമുക്ക് അനുകൂലമായിട്ട് ഇത്രയും സപ്പോർട്ടീവായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഒരു ഇത് പറയാനില്ല. നിയമപരമായ കാര്യമാണ്. നിയമപരമായ കാര്യം ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഒരു എതിർപ്പ് പറയാൻ പാടില്ല.